ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ വിനോദ് തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ആകുല ചിന്തകളേറിയെന്നുള്ളം വ്യാകുലമായി മുറ്റും തീർന്നിടുമ്പോൾ, ആകുല ചിന്തകളേറിയെന്നുള്ളം വ്യാകുലമായി മുറ്റും തീർന്നിടുമ്പോൾ, ഏകുന്നു തന്മൊഴി സാന്ത്വനമെനിക്ക് ആകയാലൊരു ചഞ്ചലവും, ഏകുന്നു തന്മൊഴി സാന്ത്വനമെനിക്ക് ആകയാലൊരു ചഞ്ചലവും. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കും ഞാൻ ക്രിസ്തീയ ജീവിതയാത്രയതിൽ. കണ്ണീരിൻ വേളയോ കഷ്ടങ്ങളേറെയോ വരികിലും അവനിൽ ഞാൻ സന്തോഷിക്കും. കണ്ണീരിൻ വേളയോ കഷ്ടങ്ങളേറെയോ വരികിലും അവനിൽ ഞാൻ സന്തോഷിക്കും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ദൈവത്തെ ശ്രവിക്കുന്ന എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. 1 തെസ്സലോനിക്കർ അതിൻ്റെ 3-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങൾ വീണ്ടും ജീവിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക വിശ്വാസികളോട് പറയുന്ന കാര്യം അവരുടെ ആത്മീയ ജീവിതം പുരോഗതിയിലേക്ക് വഴിവരിപ്പാൻ, അല്ലെങ്കിൽ അപ്പോസ്തലൻ കൂടെയുള്ളവരും അവരുടെ ശുശ്രൂഷയിൽ മുന്നേറുവാൻ, അവരുടെ ആത്മീയ ശുശ്രൂഷ പുരോഗതി കൈവരിക്കുവാൻ സഹായകരമായിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാം. നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്നറിഞ്ഞ്. തെസ്സലോനിക്ക വിശ്വാസികളെ കുറിച്ച് പൗലോസും കൂടെയുള്ളവരും അറിഞ്ഞ കാര്യം അവർ കർത്താവിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, വളരെ കഷ്ടത്തിലൂടെ, പീഡയിലൂടെ, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന തെസ്സലോനിക്ക വിശ്വാസികൾ, അതോടൊപ്പം തന്നെ വളരെ കഷ്ടത്തിലൂടെയും പ്രയാസത്തിലൂടെയും പ്രതിസന്ധികളിലൂടെയും പീഡനത്തിലൂടെയും കടന്നു പോകുന്ന അപ്പോസ്തലനും സഹപ്രവർത്തകരും, ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ അവരെ നിലനിർത്തുവാനും ജീവിതം മുന്നോട്ട് നയിക്കുവാനും പ്രേരിപ്പിക്കുന്ന വസ്തുത ഈ വിശ്വാസികൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. കർത്താവിനോടുള്ള ബന്ധത്തിൽ അവർ നിലനിൽക്കുന്നു. എന്താണ് കർത്താവിനോട് ബന്ധത്തിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥമാകുന്നത്? കർത്താവ് തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. തൻ വിശ്വസിച്ച യഹൂദന്മാരോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവമായി നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി. കർത്താവിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ആലോചനയിൽ, ദൈവവചനത്തിൽ അനുസരിച്ച് ദൈവവചന പ്രകാരം ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ്. നാം കർത്താവിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. കർത്താവിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും അത് കേൾക്കുകയും അത് ഹൃദയത്തെ സംഗ്രഹിക്കുകയും അതിന് പ്രകാരത്തിൽ ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യുന്നതാണ്. അത് ചെയ്യണം എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുക, ചെയ്യരുത് പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അങ്ങനെ അനുഗ്രഹീതമായ ഒരു ആത്മീയ ജീവൻ നയിക്കുമ്പോൾ നാം കർത്താവിൽ നിലനിൽക്കുന്നു എന്ന് പറയാം. കർത്താവിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ നിലനിൽക്കുകയാണ്. 1-ാം നൂറ്റാണ്ടിൽ മുന്നോട്ട് വന്ന വിശ്വാസികളോട് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നാം വിശ്വാസം നിലനിൽക്കണം. അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കിടക്കേണ്ടതാണ്. കഷ്ടങ്ങളുടെയും പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും മധ്യത്തിൽ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ, വിശ്വാസ നായകനും പൂർത്തി വരുത്തുന്നതുമായ കർത്താവിനെ നോക്കിക്കൊണ്ട് കർത്താവിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുവാൻ ആവശ്യപ്പെടുകയാണ്. നമ്മുടെ വിശ്വാസ ജീവിത പടകിനെ തകർത്ത് കളയുവാൻ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങളൊക്കെ മുഖാന്തരമാകാം. എന്നാൽ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ നമുക്ക് കഴിയണം. അബ്രഹാമിനെ കുറിച്ച് നാം വായിക്കുന്ന, അവൻ അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു, ദൈവത്തിന് മഹത്വം കൊടുത്തു എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്.
അങ്ങനെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നതാണ് കർത്താവിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ. മറ്റൊന്ന് ദൈവകൃപയിൽ നിലനിൽക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കാരണം നാം റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ ആദ്യവാക്യങ്ങൾ വായിക്കുന്ന നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മുഖാന്തരം പ്രവേശനം ലഭിച്ചിരിക്കുകയാണ്. നമ്മൾ വിശ്വാസം രക്ഷിക്കപ്പെട്ട് ദൈവഭാഗത്തേക്ക് വന്നപ്പോൾ നാം ദൈവകൃപയിലേക്കാണ് വന്നത് എന്ന് നമുക്കറിയാം. ആ ദൈവകൃപയിൽ നാം നിലനിൽക്കാതെ വന്നാൽ നമ്മുടെ ആത്മീയ ജീവിതം തകർന്നു പോകും എന്നുള്ളതാണ്. അപ്പോസ്തലനായ പത്രോസ് തന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിൻ്റെ നമ്മെ നിലനിൽക്കുന്ന 12-ാം വാക്യം, നിങ്ങളെ പ്രബോധിപ്പിച്ചും നിങ്ങൾ ഈ നിലനിൽക്കുന്നത് ദൈവത്തിന്റെ സത്യകൃപയിൽ ആകുന്നു എന്ന് സാക്ഷീകരിച്ചുകൊണ്ട് എന്ന് വായിക്കുന്നു. അപ്പോൾ തെസ്സലോനിക്ക വിശ്വാസികളെ പോലെ തന്നെ കഷ്ടം അനുഭവിക്കുന്ന വിശ്വാസികളോട് പത്രോസ് പറയുകയാണ്, നിങ്ങൾ നിൽക്കുന്ന ദൈവത്തിന്റെ സത്യകൃപയിലാകുന്നുവെന്ന് സാക്ഷീകരിക്കുക. ദൈവം നമ്മെ ആ കൃപയിലേക്ക് കൊണ്ടുവന്നിരിക്കുക. ആ കൃപ നമുക്ക് മതി. ഏത് പ്രതിസന്ധിയെയും അതിജീവിപ്പാൻ ആ കൃപ നമുക്ക് മതി. അതുകൊണ്ട് എന്ത് ചെയ്യണം? പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ജീവിതത്തിൽ അഞ്ഞടിക്കുമ്പോൾ ആ കൃപയിൽ ശക്തിപ്പെടുവാൻ ഇടയാണ്. പ്രതിസന്ധിയും പ്രശ്നത്തിൽ കടന്നു പോകുന്ന തിമോത്തിയോസിനോട് പൗലോസ് പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്, എൻ്റെ മകനെ ക്രിസ്തുയേശുവിലുള്ള കൃപയിൽ ശക്തിപ്പെടുക. അപ്പോൾ നാം നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയിലാണ്. കർത്താവിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. മാത്രമല്ല, കർത്താവിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യം, നമ്മൾക്ക് ക്രിസ്തുവിൽ ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് വരും പൗലോസ് ഗലാത്യ വിശ്വാസികളെ ഓർപ്പിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി, അതിൽ ഉറച്ചു നിൽപ്പീൻ, പിന്നെ അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. ഗലാത്യ വിശ്വാസികൾ ന്യായപ്രമാണത്തിന്റെയും കർമാചാരങ്ങളുടെയും അടിമത്വത്തിലേക്ക്, ന്യായപ്രമാണത്തിന്റെ അടിമത്വത്തിലേക്ക് പിൻവാങ്ങിപ്പോകാൻ ശ്രമിച്ചപ്പോൾ പൗലോസ് പറയാണ്, ക്രിസ്തുവിൽ ഒരു സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ട്, അത് നിലനിൽക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്കും പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുക. ഒരിക്കൽ നാം പാപത്തിന് അടിമകളായിരുന്നു. എന്നാൽ കർത്താവായ യേശു നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിൽ മരിച്ചു. ആ കർത്താവിനെ നാം വിശ്വസിച്ചപ്പോൾ നമുക്ക് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുക. ലോകത്തിന്റെ മോഹങ്ങളിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുക. ആ സ്വാതന്ത്ര്യം നിലനിൽക്കണം. പാപത്തിന്റെ അടിമത്വത്തിലേക്ക്, പാപം നമ്മുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴുവാൻ പാടില്ല. നമ്മുടെ അവയവങ്ങളെ അന്യോന്യതയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. നാം തന്നെ നീതിയുടെ ആയുധങ്ങളാക്കി നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കണം. ദൈവം നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ നാം നിലനിൽക്കണം എന്നുള്ളതാണ്. മാത്രമല്ല, നാം എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പൗലോസ് പറയുന്നുണ്ട്, നമുക്ക് പിശാചിന്റെ വലിയ പോരാട്ടമുണ്ട്. അതുകൊണ്ട് ദുർദിവസത്തിൽ ഉറച്ചു നിൽപ്പാനും സകലവും സമാപിച്ചിട്ടും നാം നിലനിൽക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് നിൽക്കണം. അപ്പോൾ നമ്മുടെ നിലനിൽപ്പിനെ തകർത്തുകളയുവാൻ, നമ്മെ വീഴിക്കുവാൻ പിശാച് എല്ലാ തന്ത്രങ്ങളുമായിട്ട് നമ്മുടെ പിന്നാലെ ഉണ്ട്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് നിൽക്കണം എന്നുള്ളതാണ്. മാത്രമല്ല, നമ്മൾ സുവിശേഷത്തിന്റെ ആ വിശ്വാസത്തിന് പോരാട്ടം കഴിപ്പാൻ തക്കണം ഏകാത്മാവിൽ നിലനിൽക്കണം. ആത്മാവിലുള്ള ഐക്യതയിൽ നിലനിൽക്കണം. സുവിശേഷത്തിന്റെ സാക്ഷികളായിട്ട് നാം നിലനിൽക്കണം എന്നുള്ളതാണ്. മാത്രമല്ല, നാം കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പൗലോസ് പറയുന്നുണ്ട്, നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ട ഒരു സ്ഥിതിയുള്ളവരുമായി വിശ്വാസം നിലകൊള്ളണം. എന്താണ് അതിന്റെ കാരണം? നിങ്ങൾ കേട്ടുപിടിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകരുത്. നമുക്കൊരു വലിയ പ്രത്യാശ തന്നിട്ടുണ്ട്. നമ്മുടെ കർത്താവ് വരും. ലോക സംഭവങ്ങളൊക്കെ അത് വിളിച്ചറിയിക്കുകയാണ്. അതുകൊണ്ട് ആ പ്രത്യാശയിൽ ഉറപ്പുള്ളവരായിട്ട്, ആ പ്രത്യാശയിൽ നിന്ന് മാറിപ്പോകാത്തവരായിട്ട് വിശ്വാസം നിലനിൽക്കുവാൻ ഇടയാകണം. അത് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കുന്ന കാര്യമാണ്. നമ്മെ ഇളക്കി കളയുന്ന ലോകത്തിന്റെ തന്ത്രങ്ങൾ, പിശാചിന്റെ തന്ത്രങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങളൊന്നും കർത്താവിലുള്ള സ്നേഹത്തിൽ നിന്നും ഭക്തിയിൽ നിന്നും വിശ്വാസം ഇളക്കി കളയാതെ ആ കൃപയിൽ അന്ത്യവരെയും നിൽപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.